ഫ്രണ്ട്ഷിപ്പ് പീക്കിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5289 മീറ്റേഴ്സ് ആണ്. അതിൽ 4800 മീറ്റേഴ്സ് ആണ് ഞാൻ ക്ലൈംബ് ചെയ്തത്. ഇഷ്ടമുള്ളതിൽ അവൾക്ക് എന്താണോ താല്പര്യം അതനുസരിച്ച് അവൾ മുന്നോട്ട് വരട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഒരു. അതിൻ്റെ അകത്ത് ഞാനും അപ്പച്ചനും മാത്രമേ കേരളത്തിൽ നിന്നുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ സൊളാങ് വാലി ചെന്നപ്പോഴാണ് ഞങ്ങളുടെ ബാക്കി ടീംമേറ്റ്സും ഒക്കെ ആയിട്ട് കണ്ട് പരിചയപ്പെട്ടതൊക്കെ. ആളുടെ അപ്പച്ചനാണ് ആളെ എല്ലായിടത്തും കൊണ്ടുപോകുന്നത്, പ്രത്യേകിച്ച് യാത്രകൾക്കൊക്കെ കൊണ്ടുപോകുന്നത്. അവർക്ക് ഏകദേശം ഒരേ ഇഷ്ടങ്ങളാണ്. എനിക്ക് അഡ്വഞ്ചേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഞാൻ റോക്ക് ക്ലൈംബിങ് പ്രാക്ടീസ് ചെയ്തു. പിന്നെ ഞാൻ വേറെയും പല സ്പോർട്സ് ഞാൻ പ്രാക്ടീസ് ചെയ്തായിരുന്നു. സേഫ്റ്റിയെ പറ്റി, അവിടുത്തെ കാലാവസ്ഥയെ പറ്റി അങ്ങനെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകുന്നത്. ഇങ്ങനെ ഈ മഴ പെയ്ത കാരണം ഈ വഴിയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചെളിഞ്ഞ് കിടക്കുമായിരുന്നു. എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും ഒരു കഴിവ് അല്ലെങ്കിൽ വേറൊരു കഴിവ്. നമ്മുടെ ഒരു കാലിലിടുന്ന ഈ ഐസ് ബൂട്ട്സിന് തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. 2 കിലോയ്ക്ക് മേളിൽ വെയിറ്റ് ഉണ്ട് നമ്മുടെ ഒരു കാലിലിടുന്ന ഐസ് ബൂട്ട്സിന്. എനിക്ക് തിരിച്ചു പോകുന്നതിൽ എനിക്ക് ചെറിയ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും സാരമില്ല, ഞാൻ ഇനിയും ട്രൈ ചെയ്യും. അധ്വാനമുള്ള ആക്ടിവിറ്റീസിൽ സ്പോർട്സിലൊക്കെ എൻഗേജ്ഡ് ആക്കി കഴിഞ്ഞാൽ അവർക്ക് വേറെ തെറ്റായ രീതിയിലേക്കൊക്കെ പോകാനും ചിന്തിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങൾ കുറയും. ഭൂമിയിലെ ഏറ്റവും വലിയ പർവ്വതനിരകളിലൊന്നാണ് ഹിമാലയൻ പർവ്വതനിരകൾ. 7200 അടിയിലധികം ഉയരമുള്ള 100-ൽ അധികം കൊടുമുടികളാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൊടുമുടികളിൽ ഒന്നായ എവറസ്റ്റ് കൊടുമുടിയും ഇന്ത്യ ഉൾപ്പെടെ 7 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഹിമാലയൻ പർവ്വതനിരകളിൽ ഉൾപ്പെടുന്നു. സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന പർവ്വതനിരകൾ ആകാംക്ഷയോടൊപ്പം അതീവ ദുർഘടവുമാണ്. ഇവ കീഴടക്കുന്നതിന് പരിശീലനത്തോടൊപ്പം മനക്കരുത്തും അത്യാവശ്യമാണ്. ഹിമാലയത്തിൻ്റെ ഈ അപകടം പതിയിരിക്കുന്ന പാതകളിൽ ടെൻറ്റ് കെട്ടിയും മഞ്ഞുവെള്ളം ഉരുക്കി കുടിച്ചും കേരളത്തിലെ ചേർത്തലയിൽ നിന്നുള്ള മലയാളി പെൺകുട്ടി 8ാം ക്ലാസ്സുകാരിയായ അന്ന അതിസാഹസിക യാത്ര നടത്തിയിരിക്കുകയാണ്. ആ കൊച്ചുമിടുക്കിയാണ് ഇന്ന് ഗുഡ്നസ് ടിവിയോടൊപ്പം തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്. സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ ചേർത്തലയിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഹിമാലയത്തിലെ ഒരു മൗണ്ടൈൻ റേഞ്ചസ് ആണ് പീർപഞ്ചൽ. പീർപഞ്ചൽ റേഞ്ചസിലെ ഒരു ഹയസ്റ്റ് ആയിട്ടുള്ള പീക്കാണ് ഫ്രണ്ട്ഷിപ്പ് പീക്ക്. ഫ്രണ്ട്ഷിപ്പ് പീക്കിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5289 മീറ്റേഴ്സ് ആണ്. അതിൽ 4800 മീറ്റേഴ്സ് ആണ് ഞാൻ ക്ലൈംബ് ചെയ്തത്. ഞാനും അപ്പച്ചനും കൂടിയിട്ടാണ് പോയത്. ഞങ്ങളുടെ ടീമിൽ 13 പേരുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഞാനും അപ്പച്ചനും മാത്രമേ കേരളത്തിൽ നിന്നുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും പല സംസ്ഥാനങ്ങളിൽ നിന്നിട്ടുള്ളവരായിരുന്നു. എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി. ആരാധ്യ എന്നാണ് പേര്. ഹരിയാനയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ആരാധ്യയും 8ാം ക്ലാസ്സിൽ തന്നെയാണ് പഠിക്കുന്നത്. മണാലിയിലെ സൊളാങ് വാലിയിലുള്ള ഒരു എക്സ്പെഡീഷൻ ഓർഗനൈസേഴ്സ് ആണ് ബുറോസ അഡ്വഞ്ചേഴ്സ്. ഞങ്ങളപ്പോൾ ഇങ്ങനെ അവരെ പറ്റി ഇങ്ങനെ സെർച്ച് ഒക്കെ ചെയ്ത് ഞങ്ങൾക്ക് അവരുടെ ഗ്രൂപ്പ് കിട്ടി. അങ്ങനെ ഞങ്ങൾ സൊളാങ് വാലി ചെന്നപ്പോഴാണ് ഞങ്ങളുടെ ബാക്കി ടീംമേറ്റ്സും ഒക്കെ ആയിട്ട് കണ്ട് പരിചയപ്പെട്ടതൊക്കെ. അതിനു മുമ്പ് ഞങ്ങളുടെ കൂടെ എത്ര പേരുണ്ട് അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ആലപ്പുഴ ജില്ലയുടെ വടക്കേ അറ്റത്തുള്ള ചേർത്തല എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും അന്നമേരി കയ്യെത്തിപ്പിടിച്ചത് വാനോളമുയർന്ന സ്വപ്നങ്ങളാണ്. സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാൻ അവൾക്കൊപ്പം കൂടെ പറന്നത് അവളുടെ പിതാവ് ഷൈൻ വർഗീസും. എനിക്ക് എല്ലാവരെയും പോലെ തന്നെ എനിക്കും ഈ ട്രാവലൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഈ കുറേ വായിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ ഇങ്ങനെ പത്രമൊക്കെ ഞാൻ വായിച്ചപ്പം എനിക്ക് ഞാൻ വല്ല 3ാം ക്ലാസ്സിലൊക്കെ പഠിച്ച സമയത്തായിരിക്കും ഒരു ചേച്ചി 16-15 വയസ്സുള്ളൊരു ചേച്ചി കാഞ്ചൻജംഗ സബ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ വായിച്ചു. അപ്പോൾ അതൊക്കെ വായിച്ചപ്പോൾ എനിക്ക് കയറണം എന്നൊക്കെ ആഗ്രഹം തോന്നി. പിന്നെ ഞാനൊരു ബുക്കിൽ സന്തോഷ് യാദവ് ഹരിയാനയിലുള്ള ഒരു
മൗണ്ടനിയർ ആണ്. എവറസ്റ്റ് 2 തവണ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വായിച്ചപ്പോൾ എനിക്ക് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം തോന്നി. പിന്നെ എനിക്ക് അഡ്വഞ്ചേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ മൂവാറ്റുപുഴയ്ക്കടുത്ത് കാറ്റാടിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാനൊരു ചെറിയൊരു ട്രക്കിങ് ചെയ്തു. അപ്പോൾ അത് ചെയ്തപ്പോൾ എനിക്ക് കുറച്ചും കൂടിയൊക്കെ വലുത് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിയാണ് ഞാൻ ഇവിടെ ഹിമാലയത്തിലേക്ക് പോയത്. പിന്നെ പോകുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ RSC കടവന്ത്രയിൽ 1 മാസം ഞാൻ സമ്മർ ക്യാമ്പിന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ റോക്ക് ക്ലൈമ്പിങ് പ്രാക്ടീസ് ചെയ്തു. പിന്നെ ഞാൻ വേറെയും പല പല സ്പോർട്സ് ഞാൻ പ്രാക്ടീസ് ചെയ്തായിരുന്നു. പിന്നെ അപ്പോൾ ഇവിടെ പോകാനായിട്ടുള്ള നമുക്ക് ആ ഒരു സ്റ്റാമിനയ്ക്കൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള ഒരു ജിമ്മിൽ പോയി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. സപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ നമുക്കിപ്പോൾ ദൈവം സഹായിച്ച അതിനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും ഉണ്ട്. അപ്പോൾ ആൾക്കെല്ലാത്തിലും ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഇഷ്ടമുള്ളതിൽ അവൾക്ക് എന്താണോ താല്പര്യം അതനുസരിച്ച് അവൾ മുന്നോട്ട് വരട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത്. പിന്നെ ബിസി ലൈഫ് എന്ന് പറയുമ്പോൾ തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ നമ്മൾ ജോലി ചെയ്യാണ്. സാറ്റർഡേ സൺഡേ കിട്ടും. അപ്പോൾ കൂടുതലും ആളുടെ അപ്പച്ചനാണ് ആളെ എല്ലായിടത്തും കൊണ്ടുപോകുന്നത്, പ്രത്യേകിച്ച് യാത്രകൾക്കൊക്കെ കൊണ്ടുപോകുന്നത്. അവർക്ക് ഏകദേശം ഒരേ ഇഷ്ടങ്ങളാണ്. അപ്പോൾ അവർ എല്ലാ സാറ്റർഡേ സൺഡേയും തന്നെ കൊച്ചു കൊച്ചു യാത്രകളൊക്കെ ചെയ്യാറുണ്ട്. അവർ പോകുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. കാരണം അപ്പച്ചൻ്റെ കൂടെയാണ് പോകുന്നത്, അവർ ഒറ്റയ്ക്കൊന്നും അല്ലല്ലോ പോകുന്നത്. അപ്പം അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല. എന്നാലും സേഫ്റ്റിയെ പറ്റി, അവിടുത്തെ കാലാവസ്ഥയെ പറ്റി അങ്ങനെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതൊരു അനുഭവമല്ലേ. നമ്മളാരും ഇവിടെ ഇരുന്നുകൊണ്ട് അവിടെ അങ്ങനെ ആയിരിക്കുന്നു ചിന്തിച്ചിട്ട് കാര്യമല്ലോ. പോയി അനുഭവിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് വരട്ടെ എന്ന് തന്നെയാണ്. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പോയി വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് സുരക്ഷിതമായിട്ട് തിരിച്ചെത്തിയപ്പോഴാണ് സമാധാനമായത്. വീട്ടിലെല്ലാവരും സപ്പോർട്ടാണെങ്കിലും അപ്പച്ചനാണ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുന്നതും ഇതുപോലെ യാത്രയ്ക്കൊക്കെ എൻ്റെ കൂടെ വരുന്നതും ഒക്കെ. പിന്നെ വീട്ടിലെല്ലാവരും വരുമെങ്കിൽ കൂടി ഞാനും അപ്പച്ചനും കൂടിയിട്ടാണ് എപ്പോഴും ഇങ്ങനെ ഓരോ യാത്രയൊക്കെ ചെയ്യാറുള്ളത്. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ അടുത്തൊക്കെ ഇവിടെ കേരളത്തിൽ തന്നെ ഞാൻ ചെറിയ ട്രക്കിങ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എന്ന് പറയുമ്പോൾ മാക്സിമം ഒരു 1000 മീറ്റേഴ്സിൽ താഴെ അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് വരത്തുള്ളൂ. അപ്പോൾ എനിക്കപ്പോൾ ഈ 4000ഉം 5000ഉം ഒക്കെ അത്രയും ഓൾട്ടിറ്റ്യൂഡിൽ ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ എനിക്കപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പേഴ്സണൽ പോർട്ടറിനെ വെച്ചു. അതാകുമ്പോൾ ഞങ്ങളുടെ ഡേ പാക്ക് ഞങ്ങളുടെ പേഴ്സണൽ പോർട്ടർ കൊണ്ടുപോയിക്കോളും. പിന്നെ ഞങ്ങളുടെ ബാക്കിയുള്ള ഞങ്ങളുടെ റക്സാക്കും കാര്യങ്ങളും ഒക്കെ ഞങ്ങളുടെ അത് ഈ മ്യൂളിൻ്റെ പുറത്ത് ഞങ്ങളുടെ ഗൈഡൊക്കെ കൊണ്ടുവന്നോളൂ. ഒരു ഏജന്റിനെ കണ്ടുപിടിച്ച് എല്ലാ സജ്ജീകരണവും ചെയ്തപ്പോൾ അവർ പ്രധാനമായിട്ടും പറഞ്ഞിരുന്ന ഒരു കാര്യം, നമ്മൾ ഫിസിക്കലി ഫിറ്റായിട്ട് അത്രയും ഒക്കെ കയറാനും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ 2 പേരും ഫിസിക്കലി ഫിറ്റായിട്ട് എത്തണം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ മോളെ സംബന്ധിച്ചുള്ള ആള് കുറച്ച് സ്പോർട്സും പ്രത്യേകിച്ച് സമ്മറായിട്ട് ക്യാമ്പിലൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് ആൾ കുറച്ച് ഫിസിക്കലി ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു കൺസേൺ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ പോകുന്നതിന് മുന്നേ അങ്ങനെ പോകുക എന്ന് അങ്ങനെ ആരോടും പറഞ്ഞിരുന്നൊന്നുമില്ല. ഇവര് സ്കൂളിൽ പറഞ്ഞിരുന്നു, സ്കൂളിൽ അനുവാദം മേടിക്കണമല്ലോ. അപ്പോൾ സ്കൂളിൽ പറഞ്ഞ മാതിരി സ്കൂൾ തുറന്ന ഉടനെ 1.5 ആഴ്ചത്തെ അവധിയൊക്കെ ചോദിച്ച് പറഞ്ഞു വിട്ടപ്പോൾ സത്യം പറഞ്ഞാൽ സാറ് ചിലപ്പോൾ ഇനി എന്നാ വെക്കേഷന് പോകായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന കരുതി. പക്ഷെ സാറും ക്ലാസ് ടീച്ചറും ഒക്കെ എനിക്ക് തോന്നുന്നു ഭയങ്കര ഞങ്ങളെ പേരൻസിനെ അത്ഭുതപ്പെടുത്തി. സാറ് പറഞ്ഞത്രേ ഭയങ്കര പ്രോത്സാഹനമായിരുന്നു. അവർക്ക് എവിടെയൊക്കെ യാത്ര എങ്ങനെയാ പോകുന്നത് അങ്ങനെ എല്ലാം അറിയാനും എല്ലാ പരിപൂർണ പിന്തുണയും പ്രോത്സാഹനമാണ് സ്കൂളിൽ നിന്ന് അധ്യാപകർ, ഹെഡ് മാസ്റ്റർ, ക്ലാസ് ടീച്ചറൊക്കെ കൊടുത്തത്. പിന്നെ ബാക്കിയുള്ളവർ ഇപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും പോയി വന്നു കഴിഞ്ഞാണ് യാത്രയുടെ വിവരങ്ങളും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ മാതിരി ഇത് കോമൺ അല്ലാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നവരുണ്ടാകാം, എല്ലാവരും അറിയുന്നില്ലായിരിക്കും. ഇത് അറിഞ്ഞുകൊണ്ടാകും തോന്നുന്നു. എല്ലാവർക്കും വലിയ അത്ഭുതമായിരുന്നു. ഒത്തിരി പേര് അന്നമ്മേനെ പ്രോത്സാഹിപ്പിക്കാനും അനുമോദിക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ എത്തിയിരുന്നു. ഹിമാലയൻ പർവ്വതനിരയിലെ അതിദുർഘടമായ പാതകളിൽ ടെന്റ് കെട്ടിയും മഞ്ഞുവെള്ളം ഉരുക്കി കുടിച്ചും അന്ന എന്ന 8ാം ക്ലാസ്സുകാരി 6 ദിവസം കൊണ്ട് പിന്നിട്ടത് 4800 മീറ്റർ ദൂരം. 500 മീറ്റർ കൂടി കയറിയിരുന്നെങ്കിൽ ലക്ഷ്യസ്ഥാനമായിരുന്ന ഫ്രണ്ട്ഷിപ്പ് പീക്കിൻ്റെ മുകളിൽ എത്താമായിരുന്നു. ശാരീരിക അസ്വസ്ഥതകൾ മൂലം ദൗത്യം പൂർത്തിയാക്കാൻ കഴിയാതിരുന്നിട്ടും കിളിമഞ്ചാരോ പർവ്വതനിരകളെന്ന പുതിയ ലക്ഷ്യങ്ങളിലേക്ക് ചിറകുവെച്ച് പറക്കുകയാണ് ഈ പെൺകുട്ടി.
ഫുഡ് എന്ന് പറയുമ്പോൾ ഈ നോർത്ത് ഇന്ത്യൻ ഫുഡ് ആയിരുന്നു കിട്ടിയത്. ഞങ്ങളുടെ ഗൈഡ് ഞങ്ങൾക്ക് ഉണ്ടാക്കിയൊക്കെ തരും. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ഉള്ള ഫുഡൊക്കെ ഞങ്ങളുടെ ഗൈഡ് ഉണ്ടാക്കി തരും. പിന്നെ നമുക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് സ്നാക്സ് കഴിക്കാനായിട്ട് നമ്മൾ ഡ്രൈ റേഷൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഈ പീനട്ട് ചിക്കി, കാഷ്യൂസ് അതുപോലത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളം എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെയൊന്നും നമുക്ക് ഈ വെള്ളം കിട്ടത്തില്ല. അപ്പം ഈ ഐസ് ഇങ്ങനെ ഉരുകി കിട്ടുന്ന ഇങ്ങനെ അരുവിയിൽ നിന്ന് ഇങ്ങനെ കിട്ടുന്ന വെള്ളമൊക്കെ ആയിരിക്കും കുടിക്കുന്നത്. പിന്നെ ഈ ഗ്ലേഷ്യറിൽ നിന്ന് ഇങ്ങനെ ഉരുകി കിട്ടുന്ന ഐസിൽ നിന്നൊക്കെയാണ് വെള്ളം കുടിക്കുന്നത്. ഞങ്ങളിവിടെ കേരളത്തിൽ നിന്ന് ഞങ്ങൾ ജൂൺ 20 ഞങ്ങൾ പോയി. ഞങ്ങൾ ജൂൺ 22 ഞങ്ങൾ സൊളാങ് വാലിയിൽ വെച്ചിട്ട് ഞങ്ങളുടെ ടീംമേറ്റ്സിനെയൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ 23 ഞങ്ങൾ സൊളാങ് വാലിയിലുള്ള ദുണ്ടിയിൽ നിന്നിട്ടാണ് ഞങ്ങൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തത്. ദുണ്ടിയിൽ നിന്ന് ഞങ്ങൾ ലൊഹാളി ക്യാമ്പിലേക്ക് പോയി. ലൊഹാളി ക്യാമ്പിൽ പോകുന്ന വഴിക്ക് ഞങ്ങൾ വണ്ടിയിൽ ആണ് ഞങ്ങൾ ദുണ്ടി വരെ പോയത്. അപ്പോൾ ഞങ്ങളപ്പോൾ വണ്ടി വെച്ചിട്ടാണ് നല്ല മഴ പെയ്തു. അപ്പം ഞങ്ങൾക്കപ്പം നടന്നു തുടങ്ങേണ്ട സ്ഥലമൊക്കെ ആയപ്പോഴേക്കും നല്ല മഴയായിരുന്നു. അപ്പം ഞങ്ങൾ മഴയത്ത് റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടായിരുന്നു ഞങ്ങൾ നടന്നത്. പിന്നെ ഇങ്ങനെ ഈ മഴ പെയ്ത കാരണം ഈ വഴിയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചെളിഞ്ഞ് കിടക്കുമായിരുന്നു. വഴിയൊക്കെ ഇങ്ങനെ ഭയങ്കര കുത്തനെ സ്റ്റീപ്പൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു വഴിയൊക്കെ. പിന്നെ ഞങ്ങൾ ലുഹാളി ക്യാമ്പിൽ ചെന്നു. ലുഹാളി ക്യാമ്പിൽ ഞങ്ങളപ്പോൾ ഈ സ്റ്റേ ചെയ്യുന്നതൊക്കെ ടെൻറ്റിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ടെൻറ്റിലൊക്കെ സ്റ്റേ ചെയ്യുന്നത്. പിന്നെ അങ്ങനെ ലുഹാളി ക്യാമ്പിൽ നിന്ന് ഞങ്ങൾ ദിവസം രാവിലെയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലുഹാളി ക്യാമ്പിൽ നിന്ന് ഞങ്ങൾ ലേഡി ലഗിലേക്ക് പോയി. ലേഡി ലഗിൽ നിന്ന് ഞങ്ങൾ അതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ ബേസ് ക്യാമ്പിലേക്ക് പോയി. ബേസ് ക്യാമ്പിൽ നിന്ന് ഞങ്ങൾ രാത്രി 12 മണിക്ക് മിഡ്നൈറ്റ് 12 മണിക്ക് ഞങ്ങളുടെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ബേസ് ക്യാമ്പ് തൊട്ടിട്ട് നമ്മൾ കംപ്ലീറ്റ് ഐസിൽ കൂടി ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഐസിൽ നടക്കുമ്പോൾ നമുക്ക് ഇടാനായിട്ടുള്ള ഐസ് ബൂട്ട്സ്, ക്രാംബോൺസ്, ഐസ് ആക്സ്, ഹാർനസ് അതുപോലത്തെ സംഭവങ്ങളൊക്കെ അവർ തരും. പിന്നെ നമ്മൾ ഈ ഐസിൽ നമ്മൾ നടക്കുമ്പോൾ നല്ല തണുപ്പായിരിക്കും. അപ്പം പല ലെയർ ക്ലോത്ത്സ് ഒക്കെ നമ്മൾ ഇടും. പിന്നെ നമ്മുടെ ഒരു കാലിലിടുന്ന ഈ ഐസ് ബൂട്ട്സിന് തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. 2 കിലോയ്ക്ക് മേളിൽ വെയിറ്റ് ഉണ്ട് നമ്മുടെ ഒരു കാലിലിടുന്ന ഐസ് ബൂട്ട്സിന്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ കയറിപ്പോയത്. പിന്നെ അപ്പോൾ ഈ വഴി എന്ന് പറയുമ്പോൾ 70 to 80 ഡിഗ്രി വരെ സ്റ്റീപ്പായിരിക്കും. അവിടെ ഒരു 4700 മീറ്റേഴ്സ് ഒക്കെ വരെ ഞാൻ ഹൈറ്റിൽ ചെന്നപ്പോൾ എനിക്കൊരു ചെറിയൊരു തലവേദനയൊക്കെ പോലെ തോന്നി. അപ്പോൾ ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു റിസ്ക് എടുക്കണ്ട, നമുക്ക് തിരിച്ചു പോരാം. അപ്പോൾ പിന്നെ ഞങ്ങൾ 4800 മീറ്റേഴ്സ് വരെ കയറിയിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. രാത്രിയിലെ സ്റ്റേ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ബേസ് ക്യാമ്പിൽ എത്തുന്നോടം വരെ ഞങ്ങൾക്ക് ഇങ്ങനെ ഐസ് അവിടെ ഇവിടെ ഇങ്ങനെ ഗ്ലേഷ്യേഴ്സ് മാത്രമേ കാണാൻ പറ്റത്തുണ്ടായിരുന്നുള്ളൂ. ബേസ് ക്യാമ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ തൊട്ടിട്ട് ഐസ് അങ്ങോട്ട് പോവായിരുന്നു. നമുക്ക് അവസരവും സാഹചര്യങ്ങളും ഉണ്ടെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ പരിപോഷിപ്പിച്ചു കൊടുക്കുക. എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും ഒരു കഴിവ് അല്ലെങ്കിൽ വേറൊരു കഴിവ്. അപ്പോൾ അതിനുള്ള പരിപൂർണ പിന്തുണയും സപ്പോർട്ടും കൊടുക്കുക. അവരെ എപ്പോഴും എൻഗേജ്ഡ് ആക്കി നിർത്തുക. ഇന്ന കാര്യത്തിന് ഫോഴ്സ് ചെയ്യാതെ എല്ലാത്തിനും അവസരം ഒരുക്കി കൊടുക്കുക. അവർക്ക് ഏതാണോ ഇഷ്ടം, അവർക്ക് എന്താണോ താല്പര്യം, ആ മേഖലയിൽ അവർ വളർന്നു വരട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ചിന്താഗതി. മോളുടെ അപ്പച്ചന്, എൻ്റെ ഹസ്ബൻഡിന് യാത്ര പൊതുവെ നല്ല ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മോൾക്കും യാത്രയോട് കൂടുതൽ കമ്പമുണ്ട്. അങ്ങനെ ഒരു ഇടയ്ക്കിടയ്ക്ക് ഓരോ ട്രിപ്പുകൾ പോയെടുത്ത് തന്നെ പിന്നെയും പോകും. ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ടാണ് കൂടുതലും. പക്ഷി നിരീക്ഷണം രണ്ടുപേർക്കും വളരെ ഇഷ്ടമാണ്. അപ്പോൾ ശനി ഞായറും ചിലപ്പോൾ അടുപ്പിച്ച് അടുത്തടുത്ത ആഴ്ചകളിൽ ഒക്കെ അവർ പോവും. മെനക്കെട്ട് പോയി ഇരുന്ന് ഓരോ വൈവിധ്യമാർന്ന പക്ഷികളെ ഒക്കെ കണ്ട് പിടിച്ച് ഫോട്ടോ ഒക്കെ എടുക്കണം. പക്ഷെ അവരത് ചെയ്യും. ഞങ്ങളുടെ ടീമിൽ 13 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് 3 പേര് സബ്മിറ്റ് ചെയ്തുള്ളൂ. ബാക്കി ഞങ്ങൾ 10 പേരും പല ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഞങ്ങളുടെ ഗൈഡിന്റെ നിർദ്ദേശപ്രകാരം തിരിച്ചു പോകുന്നു. പിന്നെ എനിക്ക് തിരിച്ചു പോകുന്നതിൽ എനിക്ക് ചെറിയ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും സാരമില്ല, ഞാൻ ഇനിയും ട്രൈ ചെയ്യും. എനിക്കിനി എൻ്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക്
7 സമ്മിറ്റ് ചെയ്യണമെന്നാണ്. എന്ന് വെച്ചാൽ എല്ലാ 7 കോണ്ടിനെന്റ്സിലെയും ഹയസ്റ്റ് ആയിട്ടുള്ള പീക്ക് ക്ലൈംബ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിനുള്ളൊരു ചവിട്ടുപടി എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ഇവിടെ ഫ്രണ്ട്ഷിപ്പ് പീക്ക് ചെയ്തത്. ഇനിയപ്പോൾ എനിക്ക് ഈ 7 സമ്മിറ്റിൽ ഉൾപ്പെടുന്ന ആഫ്രിക്കയിലെ ടാൻസാനിയയിലുള്ള കിളിമഞ്ചാരോ ആണ് നെക്സ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹം. അപ്പോൾ ഞാനപ്പോൾ കുറച്ചുകൂടിയൊക്കെ ഫിറ്റ്നസ് ഉണ്ടാക്കിയിട്ട് ഞാൻ ക്ലൈംബ് ചെയ്യും. എനിക്ക് വലിയ പേടിയൊന്നും എനിക്കില്ലായിരുന്നു. പിന്നെ യാത്രയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, ഈശോയോടൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഈ മണാലിയിലെ ഹയസ്റ്റ് ആയിട്ടുള്ള പീക്കാണ് ഹനുമാൻ ടിബ. അപ്പോൾ ഞങ്ങൾ ക്ലൈംബ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഞങ്ങൾക്ക് നോക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് ഹനുമാൻ ടിബ കാണാം. അപ്പോൾ ഹനുമാൻ ടിബയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 6000 meters ആണ്. അപ്പോൾ അത് സബ്മിറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ കുറച്ച് റിസ്ക്കിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എപ്പോഴും അവലാൻഷി ഹിമപാതം ഉണ്ടാവാനായിട്ട് നല്ല സാധ്യതയുണ്ട്. ഞങ്ങൾ ക്ലൈംബ് ചെയ്യുന്ന സമയത്ത് തന്നെ 2 തവണ ഹിമപാതം ഉണ്ടാവുന്നത് ഞങ്ങൾ കണ്ടു. അതിൻ്റെ സൗണ്ട് ഇങ്ങനെ ഈ ഇടിവെട്ടുന്ന പോലെ ആയിരിക്കും അതിൻ്റെ സൗണ്ട്. നമ്മൾ വിചാരിക്കും അത് ഇടിവെട്ടുമായിരിക്കും, പക്ഷെ അത് കൂടുതൽ ഈ അവലാൻഷ് ഉണ്ടാവുന്നതാണ്. ഞാനും ആരാധ്യയും മാത്രമേ കുട്ടികളായിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും വലിയ മുതിർന്നവരായിരുന്നു. നമ്മൾ പോലും അറിയില്ലാത്ത ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ അനുമോദനമായിട്ട് ഓരോ സംഘടനയുടെ ഭാരവാഹികൾ അങ്ങനെയൊക്കെ ഇവിടെ വന്നു മോളെ നേരിട്ട് കണ്ട് അഭിനന്ദിച്ചു. പിന്നെ നമ്മുടെ ഈ കുടുംബശ്രീ ചേച്ചിമാർ ഈ ബ്ലോക്ക് തലത്തിൽ അവരുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അന്ന് മറ്റുള്ള കുട്ടികൾക്ക് ഒരു പ്രചോദനം ആവട്ടെ എന്ന് പറഞ്ഞ് അവിടെ അനുമോദനത്തിനായിട്ട് വിളിച്ചായിരുന്നു. അങ്ങനെ അറിയുന്നവരൊക്കെ ആള് ചെറിയ കുട്ടിയായതുകൊണ്ട് 13 വയസ്സുള്ളതുകൊണ്ട് എന്നുള്ള രീതിയിൽ അനുമോദനമായിട്ട് ഇവിടെ വരുന്നുണ്ട്, ആളെ ക്ഷണിക്കുന്നുണ്ട്. അതൊരു നല്ല പ്രോത്സാഹനം എല്ലാവർക്കും, എല്ലാ കുട്ടികൾക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മുടെ കുട്ടികളെയൊക്കെ ഇതുപോലെ ഫിസിക്കലി അധ്വാനമുള്ള ആക്ടിവിറ്റീസിൽ സ്പോർട്സിലൊക്കെ എൻഗേജ്ഡ് ആക്കി കഴിഞ്ഞാൽ അവർക്ക് വേറെ തെറ്റായ രീതിയിലേക്കൊക്കെ പോകാനും ചിന്തിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങൾ കുറയും. അവർക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ താല്പര്യം ഇഷ്ടമുള്ളവരെ ആ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക. അഡ്വഞ്ചറസ് സ്പോർട്സ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ എനർജി യൂട്ടിലൈസ് ചെയ്യാൻ, നമ്മൾ ആക്റ്റീവായിട്ടിരിക്കാൻ, ഫിസിക്കലി ഫിറ്റായിട്ടിരിക്കാൻ, മെൻ്റലി ഫിറ്റായിട്ടിരിക്കാനൊക്കെ വളരെ ഉപകാരപ്പെടും. അത്യാവശ്യം കുടുംബ പ്രാർത്ഥനയുണ്ട്. സൺഡേസിൽ പള്ളിയിൽ പോവും. അങ്ങനെയാണ്. മോള് സൺഡേ ക്ലാസ്സിൽ പോവും. പോകുന്നതിന് മുമ്പ് ഞാൻ ഞങ്ങളുടെ സ്കൂളിലെ ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ ഷാജി സാറിനോടും പിന്നെ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ അജിത് ടീച്ചറിനോടും പിന്നെ എൻ്റെ ക്ലാസ്സിലെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി എല്ലാവരും ഞങ്ങൾ പോയി വന്നിട്ടൊക്കെ അറിഞ്ഞത്. എല്ലാവർക്കും സന്തോഷമൊക്കെ ആയിരുന്നു. എല്ലാവരും സപ്പോർട്ടിങ് ആയിരുന്നു, സന്തോഷമൊക്കെ ആയിരുന്നു എല്ലാവർക്കും. ഹോബീസ് എനിക്ക് ഞാൻ വായിക്കും, പിന്നെ പടം വരയ്ക്കും, പിന്നെ ഇങ്ങനെ വൈൽഡ് ലൈഫും ഫോട്ടോഗ്രാഫിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫോട്ടോഗ്രാഫിക്കായിട്ട് ഇവിടെ അടുത്ത് മറ്റേ എഴുപുന്ന ചങ്ങരം വെറ്റ്ലാൻഡ്സ് അവിടെ പോയിട്ട് എടുത്തേക്കുന്നതാണ് ഈ വെച്ചേക്കുന്ന ഫോട്ടോസ് എല്ലാം. ഇതിൻ്റെ അകത്ത് ഈ ഹോൺബില്ലിൻ്റെ ഫോട്ടോസൊക്കെ ഞങ്ങൾ നെല്ലിയാമ്പതി പോയപ്പം എടുത്ത ഫോട്ടോസാണ് ഈ ഹോൺബില്ലിൻ്റെ. ബാക്കിയെല്ലാം ചങ്ങരത്ത് നിന്ന് എടുത്തതാണ്. പിന്നെ അതിരപ്പള്ളി, മറ്റ് വാൽപ്പാറ, മലക്കപ്പാറ അവിടെ ഞങ്ങൾ കുറേ തവണ പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ അടുത്ത് മറ്റേ എഴുപുന്ന ചങ്ങരം പാടശേഖരത്ത് അവിടെ കുറേ തവണ പോയിട്ടുണ്ട്. എല്ലാ ആഴ്ചയും ഞങ്ങൾ അവിടെ പോകാറുണ്ടായിരുന്നു. വെക്കേഷൻ ടൈമിലും അല്ലാത്തപ്പോഴൊക്കെ. സീസൺ ആകുമ്പോൾ ഞങ്ങൾ എപ്പോഴും അവിടെ പോകും. അവിടെ ഈ പെലിക്കൻസ് വരും, പെയിൻറ്റഡ് സ്റ്റോർക്ക്, പിന്നെ അങ്ങനെ കുറേ ബേർഡ്സ് ഒക്കെ വരും. അപ്പം അതിനെ കണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഫോട്ടോഗ്രാഫി ഞാൻ വായിക്കുമെന്ന് പറഞ്ഞില്ല. അപ്പം ഞാൻ വായിച്ച ഈ N.A. നസീർ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറൊക്കെയാണ്. അപ്പം എനിക്ക് N.A. നസീറിൻ്റെ മിക്ക ബുക്സും എനിക്കുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ബുക്സും എനിക്കുണ്ട്. അപ്പോൾ അതൊക്കെ വായിക്കുമ്പോൾ എനിക്കും ഫോട്ടോഗ്രാഫിയൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. അപ്പോൾ അതൊക്കെ വായിച്ച് എനിക്ക് ഇൻട്രസ്റ്റ് ആയി. പിന്നെ ഞങ്ങൾക്കൊരു ക്യാമറ ഉണ്ടായിരുന്നു, നിക്കോണിൻ്റെ.
അപ്പൊ അതിലായിരുന്നു ഞാൻ ആദ്യമൊക്കെ ഫോട്ടോ എടുത്തത്. പിന്നെ ഇപ്പൊ ഈ ഇടയ്ക്ക് എനിക്ക് ക്യാനൺ മേടിച്ചു തന്നു. ദീർഘദൂര യാത്ര അയച്ച് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും എന്നെ കൊണ്ടു നടക്കുന്നത് എൻ്റെ വല്യപ്പച്ചനാണ്. പിന്നെ അപ്പച്ചനും അമ്മയും ഇല്ലാത്ത സമയത്ത് എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നത് വല്യപ്പച്ചനും വല്യമ്മച്ചിയുമാണ്. എല്ലാ കാര്യത്തിലും അവർക്ക് സാമർഥ്യവും ധൈര്യവും കിട്ടുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾക്ക് ഉറപ്പ്. എല്ലാ കാര്യത്തിലും അവർക്ക് അവരുടെ ആ നീക്കങ്ങൾക്കെല്ലാം കൂടെ പോവുകയും അതിന് എല്ലാ പോരായ്മകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും.